ഫലം ലേണിംഗ്. അപ്പൊ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്റഗ്രേഷൻ 1, അതായത് ഉദ്ഗ്രഥിതം 1 എക്സാം? അപ്പൊ എല്ലാവർക്കും എളുപ്പമായി എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് 2 എക്സാം കൂടി ഉണ്ടല്ലോ, ഇന്റഗ്രേഷൻ 2 ഉണ്ട്, ഇന്റഗ്രേഷൻ 3 ഉണ്ട്. അപ്പൊ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്ട്, മക്കൾക്ക് ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ചതുരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൂമ്പാറ്റകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, 3 പൂമ്പാറ്റകൾ ഒരു വട്ടത്തിനകത്താക്കും. അപ്പൊ ഇവിടെ കുറെ പൂമ്പാറ്റകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിൽ 3 എണ്ണത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വട്ടത്തിനകത്താക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 3 എണ്ണം മാത്രം അടങ്ങി ഒരു വട്ടം നമുക്ക് വരയ്ക്കണം. അപ്പൊ തൽക്കാലം മിസ് ഇതാണ്ട് ഈ 3 പൂമ്പാറ്റേനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 3 പൂമ്പാറ്റ ഉൾക്കൊള്ളുന്ന ഒരു വട്ടം മിസ് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അകത്ത് എത്രയാണ്, പുറത്ത് എത്രയാണ്? അകത്ത് എത്രയാണ് മക്കളെ, നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3. അപ്പൊ അകത്ത് ഇതാണ്ട് 3 പൂമ്പാറ്റയുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്ത് എത്ര പൂമ്പാറ്റയുണ്ട്? അതാണ് അടുത്ത ചോദ്യം. നമുക്കൊന്ന് എണ്ണി നോക്കാം മക്കളെ. 1, 2, 3, 4, 5, 6, 7. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ആ ടോട്ടൽ ആയിട്ട് ഇവിടെ എത്ര പൂമ്പാറ്റകളുണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? 2 കൂടി കൂട്ടിയാൽ മതി. അതായത് അകത്തുള്ള 3 പൂമ്പാറ്റേനെയും പുറത്തുള്ള 7 പൂമ്പാറ്റേനെയും കൂടി നമ്മളൊന്ന് സം ചെയ്താൽ മതി, അല്ലെങ്കിൽ കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 10 അല്ലെങ്കിൽ 10 ആണ്. അപ്പൊ ടോട്ടൽ ഇവിടെ 10 പൂമ്പാറ്റകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യം ഉത്തരം കണ്ടെത്തൂ എന്നാണ്. അടുക്കളയിലെ ചങ്ങാതിയാണ്, എനിക്ക് നീണ്ടൊരു വാലുണ്ട്, അടുപ്പിൽ വെച്ചാൽ ഞാൻ വിസിലൂതും, ഞാൻ ആരാണെന്ന് അറിയാമോ? ആരാണ് ഉത്തരം? കുക്കറാണ് അല്ലെ. കുക്കറിന് ഇതുപോലെ നീണ്ട വാല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാരണം കുക്കർ പിടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു കൈപ്പിടി ഉണ്ട്. അതുപോലെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചാൽ ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ കുക്കർ കൂകുന്നതായിട്ടും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്ട്, 2 കുട്ടകളിലും കൂടി ആകെ എത്ര ആപ്പിൾ ഉണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കുട്ട ഇതും രണ്ടാമത്തെ കുട്ട ഇതും നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അല്ലെ. അങ്ങനെ 2 കുട്ട നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒന്നാമത്തെ കുട്ടയിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്ന് നോക്കണം. 1, 2, 3, 4, 5, 6. ഒന്നാമത്തെ കുട്ടയിൽ ഇതാ 6 ആപ്പിൾ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ കുട്ടയിൽ എത്ര ഉണ്ട്? 1, 2, 3, 4. എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ആപ്പിൾ ഉണ്ട്? മൊത്തത്തിൽ നമുക്ക് കൂട്ടിയാൽ മതി. 6 കൂട്ടണം 4, അല്ലെങ്കിൽ 6 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പൊ ടോട്ടൽ 10 ആപ്പിൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചെയ്യുക, ഒന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി പോവാൻ. അപ്പൊ എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടിപൊളിയായിട്ട് എഴുതുക, സെറ്റ് ആയിട്ട് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.